നമ്മളാണ് അങ്ങോട്ട് വ്യവസ്ഥ വെച്ചത്. ഏത് വെടിനിർത്തൽ കരാർ നടപ്പാക്കിയാലും കൃത്യമായി നമ്മൾ സിന്ധു നദീജല കരാർ അത് ആ കരാർ നിർത്തിവെച്ചു. അതായത് പാകിസ്ഥാന് വെള്ളം നൽകുന്ന വ്യവസ്ഥിതി നമ്മൾ അത് നിർത്തിവെച്ചിരിക്കുന്നു. ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന വിസ അടക്കമുള്ള സംവിധാനങ്ങൾ, ഇതിനൊന്നും മാറ്റമില്ല. തൽക്കാലം വെടിമാത്രം നിർത്തുന്ന വ്യവസ്ഥയിലേക്ക് പോകാമെന്ന് ഭാരതത്തിൻ്റെ വ്യവസ്ഥ പാകിസ്ഥാൻ അംഗീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വെടി നിർത്തണം, ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞ് അവർ ആ ഒരു കരാറിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അമേരിക്കയുടെ മധ്യസ്ഥതയൊന്നും നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞ വാക്ക് തെറ്റിച്ചുകൊണ്ട് വീണ്ടും അവർ മുന്നോട്ട് പോകുമ്പോൾ ചുട്ട മറുപടി കൊടുക്കാൻ തന്നെയല്ലേ ഭാരതത്തിൻ്റെ നീക്കം? നീലിമ, തീർച്ചയായും അതുതന്നെയാണ്. ആദ്യം ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയാണ്, ഇങ്ങനെ വെടിനിർത്തൽ ധാരണ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അപ്പോൾ പോലും നമ്മുടെ പ്രതിരോധ സംവിധാനം, വിദേശകാര്യ മന്ത്രാലയം ഒക്കെ തന്നെയും അത് അമേരിക്കയുടെ ഇടപെടലിനെ പാടെ നിരാകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഭാരതം മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, കാശ്മീർ വിഷയത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ സ്വാധീനം, അവരുടെ ഇടപെടൽ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും അംഗീകരിക്കാത്ത രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള വിഷയമാണ്. അത് ഈ രണ്ട് രാജ്യങ്ങൾ മാത്രം വിചാരിച്ചാൽ തീരേണ്ട വിഷയമാണ്. മൂന്നാമതൊരു കക്ഷി, അമേരിക്ക എന്നല്ല, മൂന്നാമതൊരു കക്ഷിയുടെയും ഒരാവശ്യവും ഈ വിഷയത്തിലില്ല. ഇത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്ന് ഭാരതം പതിറ്റാണ്ടുകളായി എടുക്കുന്ന നിലപാടാണ്. ഇതിന് വിരുദ്ധമായിക്കൊണ്ടാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു സൂപ്പർ പോലീസ് ചമയുന്ന ഒരു ഏർപ്പാട് ഇന്നുണ്ടായത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വരികയാണ്, ഒപ്പം വൈസ് പ്രസിഡന്റിന്റെ പ്രസ്താവന വരികയാണ്. പക്ഷേ ഇതെല്ലാം പാടെ നിരാകരിച്ചുകൊണ്ട് പാകിസ്ഥാനാണ് നമ്മളോട് അടിയറവ് പറഞ്ഞ് ഇങ്ങോട്ട് എത്തിയത്. 3:35 അവിടുത്തെ DGMO ഇവിടുത്തെ DGMOയെ വിളിക്കുകയാണ്, ഇതിൽ അടിയന്തരമായ വെടിനിർത്തൽ വേണം, ഞങ്ങൾക്കിതുമായി മുന്നോട്ട് പോകാൻ, ഭാരതവുമായി ഒരു സംഘർഷം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് 3:35 നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറയുകയാണ് പാക് DGMO. ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. നമ്മുടെ മണ്ണിൽ കയറി ആക്രമിക്കുന്നവരെ അവരുടെ മണ്ണിൽ ചെന്ന് ആക്രമിക്കുന്നത് നമ്മുടെ രീതിയാണ്, അത് നമ്മുടെ ജീനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ എണ്ണം പറഞ്ഞ ഭീകരവാദികളെ, അവരുടെ പട്ടികയെല്ലാം ഇന്ന് നമുക്ക് പുറത്തു വന്നു കഴിഞ്ഞു. എണ്ണം പറഞ്ഞ ഭീകരവാദികളെ അവരുടെ പേര് സഹിതം വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ മടയിൽ ചെന്ന് ചുട്ടരിച്ചതിന്റെ വിവരങ്ങൾ ഭാരതം പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഭാരതം ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് തന്നെ കൃത്യമായ സന്ദേശം ഈ ഘട്ടത്തിൽ വരികയാണ്. ഒപ്പം തന്നെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാക് നദീജല കരാറുമായി, സിന്ധു നദീജല കരാറുമായി നിലനിൽക്കുന്ന കരാർ അത് മരവിപ്പിച്ച അവസ്ഥയാണ്. അതിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഒരു തുള്ളി വെള്ളം ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാന് നൽകില്ല എന്നുള്ള വളരെ കൃത്യമായ നിലപാടിൽ ഭാരതം ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ 26 ഭാരതീയരുടെ 26 പേരുടെ ജീവൻ പഹൽഗാമിൽ കവർന്നെടുത്ത ആ ദുഷ്ശക്തികളെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും ഭാരതം പോകും. അതിന്റെ കുറ്റവാളികളെ വളരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. ആ മിഷനിൽ നിന്നും ഒട്ടും ഭാരതം പുറകോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ എന്നതുകൊണ്ട് ഭാരതം ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഭാരതം. വിനോദ്, കൃത്യമായി തിരിച്ചടികൾ നൽകാനും നമ്മൾ മടിക്കുന്നില്ല. ചതിപ്രയോഗത്തിലൂടെ ഭാരതത്തിൻ്റെ ഇപ്പോൾ അവർ വെടിനിർത്തൽ പറഞ്ഞിട്ട് അവർ രണ്ടാമത് ആരംഭിച്ച ആ മുന്നേറ്റത്തിൽ ആ BSF ജവാന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. അത് വീരമൃത്യു ഉണ്ടായിരിക്കുന്ന ഒരു BSF ജവാൻ വീരമൃത്യു, 7 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഭാരതം പറഞ്ഞതാണ്, ഭീകരവാദ പ്രവർത്തനത്തിലൂടെ ആയാലും ഏത് തരത്തിലായാലും ഭാരതത്തിലൊരു ആക്രമണം നടത്തിയാൽ അത് രാഷ്ട്രത്തിൻ്റെ, പാകിസ്ഥാൻ്റെ ആക്രമണമാണ് എന്ന് കരുതി തന്നെ തിരിച്ചടിക്കും എന്ന് വെടിനിർത്തിയ ഘട്ടത്തിൽ പോലും ഭാരതം പറഞ്ഞതാണ്. അപ്പോൾ ഇനിയും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. കൃത്യമായി നമ്മുടെ അത്യാധുനിക യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് തന്നെ നമ്മൾ സൈനിക മുന്നേറ്റം നടത്തുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ടാൽ പോലും അതിന് ന്യായമില്ല. എന്ത് ന്യായമാണ് പറയാനുള്ളത്? എല്ലാം വെടിനിർത്തലെല്ലാം അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരുട്ടിൻ്റെ മറവിൽ വീണ്ടും നമ്മുടെ BSF ജവാന്മാരെയൊക്കെ കൊലപ്പെടുത്തുന്ന, അവരെയൊക്കെ വധിക്കുന്ന സമീപനം പാകിസ്ഥാൻ സ്വീകരിച്ചാൽ അതിലെത്രയോ ഇരട്ടി
പാകിസ്ഥാൻ സൈനികരെ വധിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. പക്ഷേ മാന്യതയുടെ പേരിൽ, ഒരു വ്യവസ്ഥയുടെ പേരിൽ, സത്യസന്ധതയുടെ പേരിൽ നമ്മളിതൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് ചെയ്യാതെ നിൽക്കുമ്പോൾ അതൊക്കെ നമ്മളുടെ കുറവാണ് എന്ന് കരുതി അവരുടെ ഈ അല്ലെങ്കിൽ ഈ ഒളിയുദ്ധം, ഇതിനെതിരെ ഭാരതം പാകിസ്ഥാൻ്റെ മണ്ണിലിറങ്ങി പോരാടുന്ന കാലം വിദൂരമല്ല എന്ന് പറയേണ്ടി വരുന്നില്ലേ നീലിമ? വിനോദ്, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഷെഹബാസ് ഷെരീഫിന്റെ കാര്യമാണ്. ഷെഹബാസ് ഷെരീഫ് ഇന്നും വലിയ തോതിൽ വീമ്പിളക്കുകയാണ് പാക് ജനതയോട്. അയാൾ പറയുന്നതനുസരിച്ച് നമ്മുടെ റഫാലെ അടക്കം വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെയാണ് വീരവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ISIയുടെ പപ്പറ്റായ ഈ ഷെരീഫ് പറയുന്ന വാക്കുകൾക്ക് ഒരു തരത്തിലുമുള്ള വിലയില്ല എന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അവരുടെ എയർബേസിൽ കയറി വളരെ കൃത്യമായ ആക്രമണം നടത്തി 100ഓളം ഭീകരരെ വകവരുത്തുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ വൻതോതിൽ ഇങ്ങനെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഷെരീഫിന്റെ വീമ്പിളക്കൽ. ആ രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിൽ പറയുകയാണ്, ഞങ്ങൾ ഈ യുദ്ധം ജയിച്ചു എന്ന്. പാകിസ്ഥാനാണ് അന്തിമ വിജയം ഇക്കാര്യത്തിൽ നേടിയത് എന്ന് പറയുമ്പോൾ എത്രയോ അപഹാസ്യമാണ് ഈ ഷെഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ എന്നതാണ് ലോകം ഇപ്പോൾ ചെവിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണം പേഷ്വാറിലും അതുപോലെ ബഹാവൽപൂരിലും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പല നഗരങ്ങളിലും വലിയ രീതിയിൽ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരടി പോലും ഇപ്പോൾ പിന്നോട്ട് പോയിട്ടില്ല. വളരെ കൃത്യമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഭാരതത്തിന്റെ തീരുമാനം. അത് തന്നെയാണ് സൈന്യം മുന്നോട്ട് വെക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഇത് ഉടനെയൊന്നും അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. നിങ്ങളാണ് പ്രകോപനം സൃഷ്ടിച്ചത്, നിങ്ങൾ അതിന്റെ വില ഏറ്റുവാങ്ങിയേ പറ്റൂ എന്ന ധീരമായ നിലപാട് ഭാരതം മുന്നോട്ട് വെക്കുകയാണ്. വിനോദ്, ഇതിൽ ചൈനയുടെ പിന്തുണ, തുർക്കിയുടെ പിന്തുണ ഒക്കെ ആണല്ലോ പാകിസ്ഥാന് നേരിയ ആശ്വാസമെങ്കിലും പകരുന്നത്. ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ചാണ്, ചൈനീസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് അവർ രാത്രികാലങ്ങളിലൊക്കെ തന്നെ ഡ്രോണുകൾ പായിക്കുന്നത്. പക്ഷേ ചൈനയുടെ ഡ്രോണുകൾ ഒക്കെ തന്നെ കാലഹരണപ്പെട്ടതാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അതിലും എത്രയോ അത്യാധുനികമായ യുദ്ധ ഉപകരണങ്ങളാണ് നമ്മുടെ പക്കലുള്ളത്. S-400 അടക്കമുള്ള പ്രധാനപ്പെട്ട ആകാശ് പോലെയുള്ള യുദ്ധ ഉപകരണങ്ങൾ, ആധുനിക യുദ്ധ ഉപകരണങ്ങൾ അവിടെ നിന്ന് അവർ തൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്കത് മനസ്സിലാക്കി അതിനെ കൃത്യമായി നശിപ്പിക്കാൻ പറ്റുന്ന പ്രഹരണ ശേഷിയുള്ള സുദർശന വ്യൂഹം നമ്മുടെ പക്കലുണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അതിനെ ചെറുക്കുന്നത്. ഈ S-400 യുദ്ധവാഹിനി അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഈ സൈനിക സംവിധാനം നമ്മൾ കരസ്ഥമാക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്രയും വില കൂടിയ യുദ്ധ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ തുടങ്ങിയ വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ അതില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഭാരതത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കണം. ആ S-400 എന്ന് പറയുന്ന കൃത്യമായ ആ സംവിധാനം ഉപയോഗിച്ച് സുദർശന വ്യൂഹം എന്ന് പേരിട്ടിരിക്കുന്ന ആ സംവിധാനം ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ നമുക്ക് ചെറുക്കാൻ സാധിച്ചത്. അപ്പോൾ ആധുനിക ഉപകരണങ്ങൾ, സൈനിക ഉപകരണങ്ങൾ ഭാരതത്തിൻ്റെ സൈനിക ശേഷിയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയായി നിൽക്കുന്ന ഭാരതത്തിന് മുമ്പിൽ പാകിസ്ഥാൻ്റെ ഒളിയാക്രമണങ്ങളൊന്നും അത് നിലം തൊടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത്രയും പരിമിതികളൊക്കെ ഉണ്ടായിട്ടും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനങ്ങൾ തുടരുകയാണ്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം കൂടി പാകിസ്ഥാന് വെച്ചു പുലർത്തുന്നുണ്ടല്ലോ നീലിമ. ഇത് നമ്മൾ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇങ്ങനെ യുദ്ധവിമാനങ്ങൾ വാങ്ങിയാൽ നമ്മുടെ രാജ്യത്തെ പട്ടിണി മാറുമോ എന്നാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ചോദിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായത്. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട്, റഫേൽ കരാറുമായി ബന്ധപ്പെട്ട് ആ വാർത്തകളൊക്കെ വരുന്ന സമയത്താണ്. ഇപ്പോൾ നോക്കൂ, നമ്മളെ തുണച്ചത് റഫേൽ അടക്കമുള്ള സംവിധാനങ്ങളാണ് നമ്മളെ തുണച്ചത്. അതുപോലെ തന്നെ സുദർശൻ ചക്ര, S-400 എന്ന പേരിൽ അറിയപ്പെടുന്ന സുദർശന ചക്ര, അതുപോലെ ബ്രഹ്മോസ് മിസൈലുകൾ,
ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം വളരെ കൃത്യമായി സേഫാണ്, സുരക്ഷിതമായി ഭാരതത്തിന്റെ കൈകളിൽ ഉണ്ട്. അതിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ശത്രു രാജ്യത്തിനായിട്ടില്ല എന്ന സ്ഥിതി നമ്മുടെ മുന്നിൽ പകൽ പോലെ നിൽക്കുകയാണ്. മാത്രവുമല്ല, നമ്മുടെ എയർ സ്റ്റേഷനുകൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള കേടുപാടും വരുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നമ്മുടെ റൺവേകളുടെ, നമ്മുടെ എയർഫോഴ്സ് സ്റ്റേഷനുകളുടെ റൺവേകളുടെ ദൃശ്യങ്ങളടക്കം വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്, ഒരു കേടുപാടും പറ്റാതെ ഡേറ്റ് ലൈൻ വെച്ചുകൊണ്ട്, സമയം വെച്ചുകൊണ്ട് എടുത്ത ചിത്രങ്ങൾ അടക്കം മാധ്യമങ്ങൾക്ക് മുൻപാകെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് നമ്മുടെ പ്രതിരോധ സേനയുടെ വക്താക്കൾ വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പോൾ പെരും നുണയാണ് പാകിസ്ഥാൻ പ്രചരിക്കുന്നത്. ആ പെരും നുണകളെയൊക്കെ നമ്മുടെ സത്യം കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിഞ്ഞു. വളരെ കൃത്യമായി പാകിസ്ഥാന്റെ നുണകളെ നമുക്ക് തുറന്നു കാട്ടാനായി. അത്തരത്തിൽ എല്ലാം കൊണ്ടും നാണം കെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഈ ഒരു സീസ് ഫയറിന് തയ്യാറായത്. സീസ് ഫയറിന് വേണ്ടി നമ്മുടെ കാല് പിടിക്കുകയായിരുന്നു. IMF-ൽ നിന്ന് 8,600 കോടി രൂപയാണ് കിട്ടിയത്. അവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ഇന്ധന പ്രതിസന്ധി, വലിയ തോതിൽ ഇന്ധന പ്രതിസന്ധി നേരിടുന്നുണ്ട് പാകിസ്ഥാനിൽ. ഇങ്ങനെ സർവ്വ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം, എല്ലാ സർവ സജ്ജമായി നിൽക്കുന്ന ഒരു രാജ്യത്തോടാണ് അതിരാകാൻ വരുന്നത്. അവരുടെ ഒരു മുൻ എയർ ചീഫ് മാർഷൽ ഇന്നൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം വളരെ ശ്രദ്ധേയമാണ്. സൈനിക ശക്തി കൊണ്ടും മറ്റെന്തുകൊണ്ടും നമുക്കിപ്പോൾ ഭാരതത്തോട് പൊരുതി നിൽക്കാൻ സാധ്യമല്ല. ഇത് പാകിസ്ഥാനിലെ ഭരണകൂടം ഒന്ന് മനസ്സിലാക്കണം. അയാൾ ചില കണക്കുകളും പറയുന്നുണ്ട്. 16 ലക്ഷം സൈനികരാണ് ഭാരതത്തിനുള്ളത്. ആ സമയം പാകിസ്ഥാനിലുള്ളത് 6 ലക്ഷം സൈനികർ മാത്രമാണ്. സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. ഈ ആയുധങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാലും നമ്മൾ ഭാരതത്തെക്കാൾ വളരെ പിന്നിലാണ് എന്ന് റിട്ടയർ ചെയ്ത എയർ ചീഫ് മാർഷൽ പറയുന്ന ഒരു സാഹചര്യം, അത് യഥാർത്ഥത്തിൽ ഒരു ഉപദേശമാണ് പാകിസ്ഥാൻ ഗവൺമെന്റിനുള്ള. നമ്മൾ മുന്നോട്ട് പോകണ്ട, ഭാരതത്തെ ജയിച്ച് വരാൻ കഴിയില്ല എന്നുള്ള വളരെ കൃത്യമായ സന്ദേശം പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് നൽകുകയാണ് മുൻ എയർ ചീഫ് മാർഷൽ. അപ്പോൾ അത്തരത്തിൽ വിവേകത്തോടെ ചിന്തിക്കുന്ന ഒട്ടേറെ ആളുകൾ പാകിസ്ഥാനിലുണ്ട്. പക്ഷേ ഈ മതഭ്രാന്ത് പിടിച്ച് ഈ ഇത്തരത്തിൽ ഭാരത വിദ്വേഷം മനസ്സിൽ കുത്തിനിറച്ചുകൊണ്ടുള്ള ISIയുടെ നിലപാട്, പാക് പട്ടാളത്തിന്റെ നിലപാട്, ഈ സർക്കാരിന്റെ നിലപാട്, ഇതെല്ലാം കൂടിയാണ് പാകിസ്ഥാനെ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ സീസ് ഫയർ വയലേഷൻ കൂടി പുറത്തു വരുമ്പോൾ ഇനി ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും, എത്ര ലോകരാജ്യങ്ങൾ ഇവർക്ക് പിന്തുണയുമായി എത്തും എന്നതൊക്കെ വളരെ സംശയകരമാണ്. കാരണം തുർക്കിയുടെ കാര്യത്തിലൊക്കെ തുർക്കിയൊക്കെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം നമ്മളെ ആക്രമിച്ചത് തുർക്കിഷ് ഡ്രോണുകൾ വെച്ചുകൊണ്ടാണ്. തുർക്കിയിൽ ഭാരതത്തിലെ ഒട്ടേറെ വിനോദസഞ്ചാരികൾ തുർക്കി കാണാൻ പോകുന്നത്, തുർക്കിയിലേക്കൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ വലിയൊരു വരുമാനം ടൂറിസമാണ്. അവിടുത്തെ ഏൻഷ്യൻ ഗ്രാമങ്ങളൊക്കെ, ഏൻഷ്യൻ പട്ടണങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്ന ഒട്ടേറെ സഞ്ചാരികൾ നമുക്കുണ്ട്. പക്ഷേ അവരെല്ലാം അങ്ങോട്ടേക്കുള്ള ടിക്കറ്റുകളെല്ലാം റദ്ദാക്കുകയും ആ സന്ദർശനം തന്നെ വേണ്ടെന്ന് വെക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തുർക്കിയെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നു. ആഗോളതലത്തിൽ തുർക്കിയെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവരാണല്ലോ യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പിന്തുണ നൽകുന്നത്. ഒപ്പം അസർബൈജാനും. ഈ രണ്ട് രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായി പാകിസ്ഥാൻ നേടിയെടുക്കാനായത്. പരോക്ഷമായി പിന്തുണയ്ക്കുന്നത് ചൈനയാണ്. ഈ ചൈനയുടെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയധികം സന്നാഹം ഇന്ന് ഈ സീസ് ഫയർ വയലേഷൻ നടന്നിട്ടുള്ളത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിനോദ്, അവിടെ നൽകിയ ഫേസ്ബുക്ക് ലൈവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ഇടപെടും എന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കുകയാണ്. എങ്ങനെ അത് ഉറപ്പാക്കാനാകും? ഇത്രയും പറഞ്ഞ ഒരു കാര്യം അവർ വാക്കുപാലിക്കുന്നില്ല, ചതിപ്രയോഗം. അത് മാത്രമല്ല, ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ കൂടി ഈ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്ന പ്രശ്നമില്ല എന്ന് ഭാരതം ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉറക്കെ പറഞ്ഞത് ഉത്തമ ബോധ്യമുള്ള പാകിസ്ഥാൻ അവിടുത്തെ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നേരത്തെ നിലവിലുണ്ടായിരുന്ന സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടും പോലും. എങ്ങനെ ഇടപെടും?
ലോകരാഷ്ട്രങ്ങൾ ഇനി അമേരിക്കയ്ക്ക് മിണ്ടാൻ കഴിയുമോ? ചൈനയ്ക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഇടപെടാൻ കഴിയുമോ? ഇത്തരത്തിൽ വെടിനിർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രം രാത്രിയിൽ വളരെ പെട്ടെന്ന് ഇരുട്ടിൻ്റെ മറവിൽ ചതിപ്രയോഗത്തിലൂടെ മറ്റൊരു രാജ്യത്തിൻ്റെ, എതിർ രാജ്യത്തിൻ്റെ സൈനികരെ കൊലപ്പെടുത്തുന്ന, ചതിയിലൂടെ ഒളിയുദ്ധം നടത്തുന്ന, ഇത്തരത്തിൽ പാഴ്വാക്കുകൾ മാത്രം പറയുന്ന ഒരു രാജ്യം, തെമ്മാടി രാജ്യം, ആ രാജ്യം പറയുന്നത് ഇനി ആര് വിശ്വസിക്കും? അതുകൊണ്ട് ഈ പറയുന്നതിൽ അവിടുത്തെ സാധാരണ ജനങ്ങളെയെല്ലാം പറ്റിക്കുകയല്ലേ അവിടുത്തെ ഭരണാധികാരികൾ? നീലിമ, തീർച്ചയായും അത് തന്നെയാണ്. ഇന്ന് ഈ സിസ്ഫയർ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളെ കണ്ട് ആദ്യം സംസാരിച്ചല്ലോ. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, വെടിനിർത്തൽ ആയി മുന്നോട്ട് പോകും, ഭാരതം സഹകരിക്കും. പക്ഷേ സിന്ധു നദീജല കരാറിൽ നിന്ന് ഉള്ള നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. അത് നമ്മൾ മരവിപ്പിച്ച സംഗതിയാണ്. പാകിസ്ഥാന് ഒരു തരി വെള്ളം പോലും നൽകില്ല എന്ന് വളരെ കൃത്യമായി ഭാരതം അപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ പഞ്ചാബ് പ്രോവിൻസിൽ ഉൾപ്പെടെ കാർഷിക മേഖല പൂർണ്ണമായും ആശ്രയിക്കുന്നത് നമ്മുടെ ഭാരതത്തിൽ നിന്നും സിന്ധു നദീജല കരാറിലൂടെ ലഭിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കാർഷിക വൃത്തി നടക്കുന്നത്, വൈദ്യുതോൽപാദനം നടക്കുന്നത്. അവിടുത്തെ ഒരു സമ്പൽ സമൃദ്ധിക്ക് തന്നെ കാരണം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ നദികളിൽ നിന്നും തുറന്നു വിടുന്ന ഈ ജലമാണ്. ഈ നന്ദിയില്ലാത്ത രാജ്യം എന്നാണ് പാകിസ്ഥാനെ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. നന്ദിയില്ലായ്മയും ബുദ്ധിശൂന്യതയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു രാജ്യത്തെ ഭരിച്ചാൽ ആ രാജ്യത്തിന്റെ സ്ഥിതി എന്താവും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഘട്ടത്തിലും. നിലപാടെടുത്തിട്ടുണ്ട്. ഒരു തരി വെള്ളം ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകില്ല എന്ന ദൃഢനിശ്ചയം നമ്മുടെ ഭാരത സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ആത്യന്തികമായി സർവ്വവിധ നഷ്ടവും സഹിക്കാൻ പാകിസ്ഥാൻ തന്നെയാണ്. വിനോദ്, അങ്ങനെ തന്നെയാണ്. റാഫേൽ യുദ്ധവിമാനം വാങ്ങുന്നത് കൊണ്ട് എന്ത് ഗുണം എന്ന് പറഞ്ഞ അവർക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എന്ന് ദില്ലി എന്ന് പറയുന്ന പ്രേക്ഷകൻ, അതേപോലെ തന്നെ ചതിക്ക് മറുപടി മുറിപ്പത്തൽ എന്നുള്ള തരത്തിൽ നമ്മുടെ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. ഈ രാത്രിയിലും പ്രേക്ഷകരും വളരെ ആകാംക്ഷയോടെയാണ് ഈ പാകിസ്ഥാൻ്റെ ചതിപ്രയോഗത്തെ, ഭാരതം നേരിടുന്ന ആ സവിശേഷമായ സൈനിക നീക്കത്തെ ഒക്കെ തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. തത്സമയം വിവരങ്ങളാണ് നമ്മൾ ഈ ഘട്ടം വരെ നൽകിയത്. ഭാരതം കൃത്യമായ മറുപടിയുമായി മുന്നോട്ട് പോകുന്നു. അതിൽ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ, യാതൊരു മാറ്റവുമില്ലാതെ, ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ലാതെ ഉള്ളൊരു മുന്നേറ്റം ഈ ഘട്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അപ്പോൾ ഈ രാത്രി കഴിഞ്ഞാലും നാളെ നേരെ പുലർന്നാലും ഇതിനൊക്കെ മറുപടിയുമായി ഭാരതം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ നീലിമ? ഒരു തരത്തിലും ഭാരതത്തിന്റെ ഈ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. NSA അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യിയോനുമായി സംസാരിച്ചു. റീജിയണൽ സെക്യൂരിറ്റിയെ കുറിച്ചാണ് ചർച്ചകൾ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഈ രീതിയിൽ ഭാരതത്തിനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത്രയേറെ മുറിപ്പാടുകളാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാജ്യം ഭാരതത്തിന് മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട 26 പേരുടെ മരണത്തിന്, അവരുടെ ചോരയ്ക്ക് നമ്മൾ കണക്ക് ചോദിക്കേണ്ടതുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും എന്ന കൃത്യമായ സന്ദേശമാണ് ഈ അർദ്ധരാത്രിയിലും ഭാരതം പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സിന്ദൂർ ഓപ്പറേഷൻ തുടരും എന്നുള്ള സൂചനയും ആ രീതിയിലുള്ള പ്രഖ്യാപനവും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ 26 പേരുടെ മരണത്തിന് ഞങ്ങൾ കൃത്യമായ ഉത്തരം പാകിസ്ഥാനെ കൊണ്ട് പറയിപ്പിക്കും എന്നതാണ്. അത് വെടിനിർത്തൽ ഉണ്ടായാൽ പോലും അത്തരത്തിൽ ആ നീക്കവുമായി മുന്നോട്ട് പോകും എന്ന ശക്തമായ സന്ദേശം ഭാരതം നൽകുകയാണ്. ഇത് ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്. ഭാരതം പുറകോട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ. ഇനി ഓപ്പറേഷൻ സിന്ദൂറിന്റെ അനന്തര നടപടികളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഭീകര കേന്ദ്രങ്ങൾക്ക്, പാകിസ്ഥാനിലെ ഭീകരർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ വലിയ ഓപ്പറേഷന് ഭാരതം സജ്ജമാകുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ അർദ്ധരാത്രിയിലും പുറത്തു വരുന്ന ന്യൂസ് അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത്. വിനോദ്, തീർച്ചയായും നീലിമ, വളരെയധികം നന്ദി. ഈ രാത്രിയിലും ഭാരതീയരായ നമ്മൾ 140 കോടി ജനങ്ങൾ സമാധാനത്തോടു കൂടി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറക്കമിളച്ച് നമ്മുടെ അതിർത്തികളിൽ പാകിസ്ഥാൻ്റെ പോരാട്ടങ്ങളെ ചെറുത്തുകൊണ്ട് നമ്മുടെ ധീരയോദ്ധാക്കൾ, അത്
വ്യോമരംഗത്തായാലും കരസേനാ രംഗത്തായാലും നാവികസേനാ രംഗത്തായാലും അവർ ഉറക്കമിളച്ച് നമ്മുടെ ഭാരതത്തിന് കാവലായി, നമ്മുടെ ജനങ്ങൾക്ക് കാവലായി അവർ ഈ ഘട്ടത്തിലും ഈ രാത്രിയിലും ഊണും ഉറക്കവും ഒക്കെ മാറ്റിവെച്ച് അവർ രാജ്യത്തിന് വേണ്ടി അവിടെ നിരന്തരം ജാഗരൂകരായി പോരാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. സൈനികർക്കാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകേണ്ടത്. ഒരു രാജ്യം ഒന്നാകെ പിന്തുണയ്ക്കേണ്ടതും ഭാരതത്തിൻ്റെ സൈനിക നടപടികളെയാണ്. ഈ പോരാട്ടത്തിനിടയിലും ജീവൻ നഷ്ടപ്പെട്ടാലും സ്വന്തം രാജ്യത്തിന് വേണ്ടി അവർ ജീവൻ ബലി നൽകിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഒക്കെ വേണ്ടി അവർ കാവൽ നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം ദൃശ്യങ്ങളാണ് പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ നിന്നും ഈ രാത്രിയിലും നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്.